കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ. ഉത്തർപ്രദേശ് സ്വദേശിനിയായ 23-കാരി അനീഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വന്തം കുട്ടി അല്ലെന്നുള്ള കാരണത്താലാണ് അനീഷ കൊലപാതകം നടത്തിയത്. ഇന്നലെ രാവിലെയാണ് കുഞ്ഞിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, അതിദാരുണമായ സംഭവമാണ്. ഈ കുഞ്ഞ് സ്വന്തമല്ല എന്ന കാരണത്താൽ കൊലപ്പെടുത്തുക എന്നതാണ് ഈ വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങൾ എന്താണ്? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? മോദി മരിച്ച 6 വയസ്സുകാരിയായ മുസ്കാന്റെ രണ്ടാനമ്മയാണ് അറസ്റ്റിലായിരിക്കുന്ന അനീഷ. UP സ്വദേശികളാണ് ഇവർ. ഇവരുടെ ഭർത്താവ് അജാസ് ഖാൻ അദ്ദേഹത്തിന്റെ പിതാവിനൊപ്പം ഏതാണ്ട് 30 വർഷം മുൻപ് കോതമംഗലം എത്തിയതാണ്. അവർ സ്വന്തമായി വീടൊക്കെ വാങ്ങി താമസിക്കുന്നു. അതിനുശേഷം 2 വർഷം മുൻപാണ് അജാസ് ഖാൻ രണ്ടാമത് വിവാഹം ചെയ്തത്. ഇന്നലെ രാവിലെയാണ് ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ കട്ടിലിൽ കണ്ടെത്തിയത്. മിനിയാന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന കുഞ്ഞിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലെ ചില സംശയങ്ങളാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ കാരണം. ഇന്നലെ രാവിലെ തന്നെ രക്ഷിതാക്കളെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ കുട്ടിയുടെ രണ്ടാനമ്മ കുറ്റം സമ്മതിച്ചത്. അതേസമയം പിതാവിന് ഈ കൃത്യത്തിൽ പങ്കില്ല എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. എങ്കിലും പിതാവ് അജാസ് ഖാനും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ ആദ്യ ഭാര്യയുമായി ബന്ധം വേർപെടുത്തുകയോ മറ്റോ ചെയ്തതാണോ, അതോ അവർക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചു? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഇല്ല, ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ലഭ്യമല്ല. ഏതാണ്ട് ഒരു 2 വർഷം മുൻപ് കുറച്ചു കാലത്തേക്ക് അജാസ് ഖാൻ UPയിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പിന്നീട് രണ്ടാം വിവാഹം കഴിച്ചതിന് ശേഷമാണ് തിരികെ എത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് കൊല്ലപ്പെട്ട മുസ്കാൻ എന്ന കുട്ടി. അതേസമയം ഇവർക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സമീപവാസികളായ ആളുകൾ പറയുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 30 വർഷം മുൻപാണ് അജാസ് ഖാൻ ഇവിടെ എത്തിയത്. തുടർന്ന് അദ്ദേഹം അധ്വാനിച്ച് ഒരു സ്വന്തമായൊരു വീടൊക്കെ വാങ്ങി. സാധാരണ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇവരൊരു വീടൊക്കെ വാങ്ങി താമസിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ശരി പ്രദീപ്.